ഇതല്ലാതെ ഇവർക്ക് പറയാനില്ല. കുഫർ ശിർക്കല്ലാതെ ഇവർക്ക് വേറൊന്നും പറയാനില്ല. ഇവിടെ മുസ്ലിമീങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. മുസ്ലിമീങ്ങൾ ഒന്നിച്ച് നിൽക്കണ്ട, മുസ്ലിമീങ്ങൾ കളരി പഠിക്കണ്ട, കരാട്ട പഠിക്കേണ്ട സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ച് ചെറുപ്പക്കാരെ പിടിച്ചിട്ടുള്ള പല ആളുകളുമുണ്ട്. ഓ സഹോദര, മനസ്സിലാക്കൂ, നീ എത്ര കരാട്ട പഠിച്ചിട്ടും കാര്യമില്ല, നീ എന്ത് കളരി പഠിച്ചിട്ടും കാര്യമില്ല, നിനക്കെത്ര മസിൽ പവർ ഉണ്ടായിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ. അള്ളാഹുവിന്റെ ചോദ്യമാണ്, അള്ളാഹുവിന്റെ വാക്കാണ്, അവന്റെ കിതാബിൽ ആയത്താണ്. അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാളുമില്ല, ഒരാൾക്കും സാധ്യമല്ല. വയഖ്ദുൽക്കും, അള്ളാഹു നിങ്ങളെ കൈവിട്ടാൽ ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി, അള്ളാഹുവിന് പുറമെ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? ആരുണ്ടടോ നിങ്ങളെ സഹായിക്കാൻ? അള്ളാഹു കൈവിട്ടാൽ എന്ത് കരാട്ട പഠിച്ചിട്ട് എന്ത് കാര്യമാണ്? നിനക്കെന്ത് തടിമെടുക്കുണ്ടായിട്ട് എന്ത് കാര്യമാണ്? അള്ളാഹുവിന്റെ സഹായം നിനക്ക് കിട്ടിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ എന്താണ് വേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിന് ആരുടെ സഹായമാണ് ആവശ്യം? അവൻ സമതാണല്ലോ, അവനൊരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണല്ലോ, അവനാരുടെയും സഹായം വേണ്ട. മറിച്ച് നീ അള്ളാഹുവിന്റെ ദീനിൽ, യഥാർത്ഥ ദീനിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹുവിന്റെ ദീൻ നീ പഠിക്കുക. അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം, അടിവേരിന്റെ അടിവേര് തൗഹീദാകുന്നു. തൗഹീദ് മനസ്സിലാക്കാതെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ദർഗകളുടെയും ജാറങ്ങളുടെയും ഖബറുകളുടെയും മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്ന, ഉറുക്ക് കെട്ടുന്ന, അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കുന്ന, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന വെറും മാപ്പിള പേരുള്ള മുസ്ലിമെ, ഈ കൂട്ടരെയും കൂട്ടി നീ കളരി പഠിച്ചാൽ, നീ ആയുധ പരിശീലനം നേടിയാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? വിഡ്ഢികളുടെ സ്വർഗം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ, എന്നതുപോലെയാണ് കാര്യം. നടക്കുകയില്ല. അള്ളാഹുവിന്റെ സഹായം വേണോ? അള്ളാഹുവിന്റെ ദീനിലേക്ക് വാ, തൗഹീദ് പഠിക്ക്, ശിർക്ക് ഒഴിവാക്ക്, അള്ളാഹു സഹായിക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്. വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു, ഈമാനും സാലിഹായ അമലുമുള്ള ആളുകൾക്ക് അള്ളാഹു അവർക്ക് ഭൂമിയിൽ അധികാരം നൽകുമെന്ന്, അള്ളാഹു അവർക്ക് ഭൂമിയിൽ ഖിലാഫത്ത് നൽകുമെന്ന് മുമ്പുള്ള ആളുകൾക്ക് അള്ളാഹു നൽകിയതുപോലെ അള്ളാഹു അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും അള്ളാഹു ഭൂമിയിൽ അവർക്ക് നൽകുമെന്ന്, ഭയപ്പാടും അതുപോലെ വേവലാതിയും ഒക്കെ ആയിരുന്നതിന് ശേഷം ഭൂമിയിൽ നിർഭയത്വം അള്ളാഹു നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു വാഗ്ദാനം തെറ്റിക്കാത്തവനാണ്. പക്ഷേ നീ ഒരു നിബന്ധന പാലിക്കണം. എന്താണെന്നറിയുമോ? ആയുധം പരിശീലിക്കുന്നവരെ, കളരി പഠിക്കുന്നവരെ, മുസ്ലിം ഉമ്മത്തിലെ എല്ലാ ചപ്പും ചവറിനെയും കൂട്ടി നമ്മളിവിടെ പലതും ഇവിടെ ആയുധ പരിശീലനം നടത്തുകയാണ്, ഇവിടെ കളരി പഠിക്കുകയാണ്, സംഘടിക്കുകയാണ്, പാർട്ടി ഉണ്ടാക്കുകയാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നവരെ അള്ളാഹു പറഞ്ഞ നിബന്ധന അതല്ല. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂ, എന്നിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കൂ. പഠിച്ചു വെക്കണം മുസ്ലിം ഉമ്മത്ത് ഈ ആയത്ത്. ആവേശക്കാരായ പല ചെറുപ്പക്കാരും അറിഞ്ഞു വെക്കണം അള്ളാഹുവിന്റെ ഈ ആയത്ത്. എടോ, അള്ളാഹുവിന്റെ സഹായമാണ് വേണ്ടത്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ നിന്നെ ആര് പിന്തുണച്ചിട്ടും കാര്യമില്ല. നിനക്കത്ര ആൾബലവും തടിമെടുക്കുമുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ സഹായം വേണം. അള്ളാഹുവിന്റെ സഹായം വേണോ? നീ തൗഹീദ് പഠിക്ക്, അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യ്. എന്താണ് ശിർക്കെന്ന് പഠിക്ക്. മുസ്ലിം ഉമ്മത്തിന് വിജയവും സഹായവും കിട്ടാനുള്ള കാര്യമാണ് ഈ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് നീണ്ട 13 വർഷങ്ങൾ മക്കയിൽ മുശ്രിക്കുകൾക്ക് ഭരണവും അധികാരവും ആധിപത്യവും ഒക്കെ ഉണ്ടായിരുന്ന, മുസ്ലിം ഉമ്മത്ത് പീഡിപ്പിക്കപ്പെട്ടിരുന്ന, സുമയ്യയും ബിലാലും അമ്മാറും യാസുറും ഒക്കെ പീഡിപ്പിക്കപ്പെട്ടിരുന്ന, വേദനിക്കപ്പെട്ടിരുന്ന ആ കാലത്ത് എന്താണ് അവരോട് പറഞ്ഞത്? അവരൊക്കെ ആയുധ പരിശീലനം നടത്തിക്കുകയായിരുന്നോ ചെയ്തിരുന്നത്? അവരോടൊക്കെ നിങ്ങൾ ആയോധന മുറകൾ പഠിക്കണമെന്നാണോ നീണ്ട 13 വർഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്?
ഒരിക്കലുമല്ല. തൗഹീദ് പഠിപ്പിക്കുകയായിരുന്നു അവരെ ദീൻ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുകയായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതിൽ മുസ്ലിം ഉമ്മത്ത് മുന്നേറുകയും തൗഹീദ് പഠിക്കുകയും ശിർക്കിൽ നിന്ന് അവരകലുകയും ചെയ്തപ്പോൾ അതാ അള്ളാഹുവിന്റെ സഹായം. അള്ളാഹു അവർക്ക് രാജ്യവും ഭരണവും അധികാരവും ആധിപത്യവും എല്ലാം നൽകി. കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങൾ, ഖജനാവുകൾ മുസ്ലിം ഉമ്മത്തിന്റെ കാൽച്ചുവട്ടിൽ അള്ളാഹു കൊടുത്തു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ വിജയികളാക്കി, ഉന്നതരാക്കി. ഭൂമിയുടെ വടക്കും പടിഞ്ഞാറും കിഴക്കും പടിഞ്ഞാറും മുസ്ലിം ഉമ്മത്ത് കീഴ്പ്പെടുത്തി. അള്ളാഹു അവർക്ക് സഹായവും വിജയവും നൽകി. എന്താ കാരണം? അവരുടെ അഖീദ അവർ ശുദ്ധീകരിച്ചു, അവരുടെ ഈമാൻ ശിർക്കിൽ നിന്നവർ ശുദ്ധീകരിച്ചു. അതാണ് വേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, അത് ജനങ്ങളെ പഠിപ്പിക്കുക, പരിശുദ്ധ ദീനിലേക്ക് അവരെ എത്തിക്കുക. എല്ലാ വിജയവും അധികാരവും ഭരണവും ഒക്കെ തനിയെ വരും. അള്ളാഹു കൊണ്ടുവന്നു തരും ഇൻഷാ അള്ളാഹ്. അതിനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കി തരും.